നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. KSU പ്രവർത്തകരെ ഉപദ്രവിക്കുകയും കൊടും കുറ്റവാളികളെ പോലെ കയ്യിൽ വിലങ്ങും കറുത്ത മുഖംമൂടിയണിയിച്ചും കോടതിയിൽ ഹാജരാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ചും പട്ടാമ്പിയിൽ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. വടക്കാഞ്ചേരി മുള്ളൂർക്കരയിൽ KSU SFI സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 3 KSU പ്രവർത്തകരെ കോടതിയിലേക്ക് മുഖം മറച്ചും വിലങ്ങുകൾ വെച്ചും കൊണ്ടുവന്നതിൽ പ്രതിഷേധിച്ചാണ് പോലീസിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്നത്. വടക്കാഞ്ചേരി SHO ഷാജഹാന്റെ പട്ടാമ്പി വള്ളൂരിലെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും നടത്തി. മാർച്ച് സംഘർഷാവസ്ഥയിൽ കലാശിക്കുകയും ചെയ്തു. ശനിയാഴ്ച രാവിലെ യൂത്ത് കോൺഗ്രസ് KSU പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച് നടത്തിയത്. ശങ്കരമംഗലത്തുമാണ് മാർച്ച് ആരംഭിച്ചത്. SHO ഷാജഹാന്റെ വസതിക്ക് സമീപത്ത് പോലീസ് ബാരിക്കേഡുകൾ വെച്ച് മാർച്ച് തടഞ്ഞു. തുടർന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി OK ഫാറൂഖ്, KPCC അംഗം റിയാസ് മുക്കോളി, ജയശങ്കർ കൊട്ടാരത്തിൽ, KR നാരായണസ്വാമി, അജയ് ഘോഷ് തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് നേതാക്കൾ ഉന്നയിച്ചത്. പ്രിയപ്പെട്ട പോലീസുകാര്, പ്രിയപ്പെട്ട DYSP, നിങ്ങൾ മനസ്സിലാക്കിക്കോ, യൂത്ത് കോൺഗ്രസിന്റെയും കേരള വിദ്യാർത്ഥി യൂണിയന്റെയും സമരശൈലി മാറ്റിയിരിക്കുന്നു. ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ പ്രവർത്തകർക്കെതിരെ, ഞങ്ങളുടെ നേതാക്കൾക്കെതിരെ ആരൊക്കെ ക്രൂരത കാണിക്കുന്നു അതുവരോട് ഇതുപോലെ തന്നെ ശക്തമായ രീതിയിൽ ജനാധിപത്യ മാർഗത്തിൽ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുമെന്നുള്ള കാര്യം ഞങ്ങളുടെ വീണ്ടും അടിവരയിട്ട് സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഷാജഹാൻ എന്താണ് പോലീസ്, എന്താണ് ജോലി എന്ന് മറന്നുകൊണ്ട് പിണറായി വിജയനെ സുഖിപ്പിക്കാൻ വേണ്ടി കിട്ടാവുന്ന ചില അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഇൻക്രിമെന്റ് ഏതെങ്കിലും രീതിയിലുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി ആ ഷാജഹാൻ കാണിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ പാതകമാണ് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഇവിടെ സൂചിപ്പിച്ചല്ലോ, നമ്മൾ ആരെയതിനു മുമ്പ് തലമറച്ച് കണ്ടിട്ടുള്ളത്, കറുത്ത തുണി വെച്ച് തലയും മുഖവും മറച്ച ചിത്രം നമ്മൾ ആരുടേതാ കണ്ടിട്ടുള്ളത്? ഈ രാജ്യത്ത് ഭീകരാക്രമണം ഉണ്ടാക്കിയിട്ടുള്ള സൃഷ്ടിച്ചിട്ടുള്ള ആളുകൾക്കറിയില്ലേ? എന്നാൽ അവർക്ക് പോലും ചില സ്ഥലങ്ങളിൽ ഈ കേരളത്തിൽ പോലും 8 പേരെ കൊന്ന ഭീകരനെ നിങ്ങൾ കൊണ്ടുപോയത് ഉല്ലസിച്ചുകൊണ്ടാണ്, മുഖം കാണിച്ചുകൊണ്ടാണ്. ഇവിടെ കേരള വിദ്യാർത്ഥിയുടെ നേതാക്കന്മാർ എന്താ ചെയ്ത തെറ്റ്? ഉദ്ഘാടന ചടങ്ങിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥയ്ക്ക് ഇടവരുത്തി. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും നടന്നു. ഇതിനിടെ പ്രകോപിതരായ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇത് കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുകയായിരുന്നു. ഇതിനിടെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അറസ്റ്റ് ചെയ്തവരെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് പോലീസുമായി ഏറെ നേരം വാക്തർക്കവുമുണ്ടായി. അരമണിക്കൂറോളം പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷാവസ്ഥ നിലനിന്നു. തുടർന്ന് അറസ്റ്റ് ചെയ്തവരെ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെത്തി ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു.
പട്ടാമ്പിയിലെ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം ഭാഗികമായിരിക്കുമെന്ന് മുഹമ്മദ് മുസിൻ എംഎൽഎ പറഞ്ഞു. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ കണക്കിലെടുത്താണ് നാളത്തെ നിയന്ത്രണത്തിൽ ഇളവ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും മുഹമ്മദ് മുസിൻ കൂട്ടിച്ചേർത്തു. വടക്കാഞ്ചേരി SHO ഷാജഹാന്റെ പട്ടാമ്പി വള്ളൂരിലെ വീട്ടിലേക്കായിരുന്നു പ്രതിഷേധ മാർച്ച് നടത്തിയത്. പ്രതിഷേധക്കാർക്ക് നേരെ ജലപീരങ്കിയും പോലീസ് പ്രയോഗിച്ചു. IPT റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടൗൺ നവീകരണത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇന്ന് രാത്രി മുതൽ അത് അടച്ചിടുമെന്നുള്ള KRFBയുടെ വാർത്ത വന്നതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ നമ്മുടെ പട്ടാമ്പിയിലും പരിസര പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട് ഉള്ള ദിവസം തന്നെ ഇത് അടച്ചിടുന്നു എന്നുള്ളതും അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അത് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട് ആരാധനാകർമ്മങ്ങളും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ പോകേണ്ടവർക്കും അതുപോലെ അതിൻ്റെ മറ്റു പരിപാടികളുമായിട്ടൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാകുന്നു എന്ന കാര്യം പറഞ്ഞുകൊണ്ടുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതിൻ്റെ റോഡിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് അത് ആരാധന നടത്തുന്നവർക്കോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കോ യാതൊരു തടസ്സവും അതുണ്ടാവാത്ത രീതിയിലും ഈ വർക്ക് ക്രമീകരിക്കും എന്നതായിരിക്കും എന്നുള്ള കാര്യമാണ് അറിയിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ വർക്ക് പൂർണ്ണമായി നിർത്തിവെച്ചുകൊണ്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരും സഹകരിക്കണം. ഇന്ന് രാത്രി മുതൽ പൂർണ്ണമായി നിർത്തുന്നതിന് പകരം നമുക്ക് ഞായറാഴ്ച രാത്രി മുതൽ ടാറിംഗ് പ്രവർത്തനങ്ങൾ നടത്തുകയും മറ്റു അനുബന്ധ പ്രവർത്തനങ്ങൾ ഇന്ന് രാത്രിയും നാളെ രാവിലെയും പകലും ഒക്കെ ആയിട്ട് നടക്കുകയും ഗതാഗത നിയന്ത്രണങ്ങൾ ഉണ്ടാകുകയും പൂർണ്ണമായി നാളെ പകൽ അടച്ചിടുന്നത് ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാം അവിടെ KRFBയുമായി ബന്ധപ്പെട്ട നിർമ്മാണം നടക്കുമ്പോൾ പ്ലാന്റിൻ്റെ ഒഴിവ് ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്ലാന്റിൻ്റെ ഒഴിവും പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ കേബിളുകൾ കട്ട് ചെയ്ത് മറ്റുള്ള എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ചെയ്തിട്ടാണ് ഇതിനെ നിർമ്മാണം നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ശനിയും ഞായറും എന്ന ദിവസം അതുപോലെ തന്നെ മഴ ഇല്ലാതെ കുറച്ച് ദിവസം നമുക്ക് കിട്ടിയതും പരിഗണിച്ചുകൊണ്ടാണ് ടാറിങ് ക്വാളിറ്റിയോടുകൂടി നടത്തുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ ദിവസങ്ങൾ KRFB തെരഞ്ഞെടുത്തിട്ടുള്ളത്. അത് MLAയുമായിട്ട് കൂടിയാലോചിച്ചിട്ടൊന്നുമല്ല തെരഞ്ഞെടുക്കുന്നത്, ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ദിവസങ്ങൾ നോക്കിയിട്ടാണ്. അതിങ്ങനൊരു ദിവസം ആണ് അവർ തെരഞ്ഞെടുത്ത് എന്നുള്ളത് ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത് ആ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഭാഗികമായിട്ട് ആണ് പിന്നെ വർക്ക് നടക്കുന്നതെങ്കിലും ഗതാഗത നിയന്ത്രണങ്ങൾ ഭാഗികമായിട്ടുണ്ടാകും. പൂർണ്ണമായി അടച്ചിടുന്നില്ല നാളത്തെ ദിവസം. പക്ഷേ എല്ലാവരും അത് സഹകരിക്കുക. ഇതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു ധ്രുവീകരണ പ്രവർത്തനത്തിന് വേണ്ടി ചില ആളുകളൊക്കെ ശ്രമിക്കുന്നുണ്ട്. അത്തരം ശ്രമങ്ങളൊന്നും നടത്തേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ചിന്തകളോ അല്ലെങ്കിൽ ഈ പട്ടാമ്പിയുടെ മണ്ണിൽ ഒരു വർഗീയമായ ധ്രുവീകരണം നടത്താൻ നോക്കുന്ന ആളുകളോട് അത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാവേണ്ട കാര്യമില്ല. നേരിട്ട് തന്നെ മാന്യമായിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് സംസാരിച്ച് തീർക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവരത് നോക്കാതെ അത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാൻ ബാക്കിയുള്ളവരുണ്ട്. പക്ഷെ അതൊരു അവസരമാക്കി ഏറ്റെടുത്തുകൊണ്ട് ധ്രുവീകരിക്കാൻ നോക്കുന്ന ആളുകളോട് പറയാനുള്ളത് അത്തരം കാര്യങ്ങളൊന്നും പട്ടാമ്പിയിൽ വിലപ്പോവില്ല എന്നാണ്. കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റയിൽ ചകിരി കമ്പനിയിലേക്ക് വെള്ളവുമായി എത്തിയ വാൻ കത്തിനശിച്ചു. ആളപായമില്ല. അതേസമയം വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു. കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റയിൽ ചകിരി കമ്പനിയിലേക്ക് കുടിവെള്ളവുമായി എത്തിയ വാൻ കത്തിനശിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. നാട്ടുകാരുടെ നേതൃത്വത്തിൽ പെട്ടെന്ന് തന്നെ എത്തി അണയ്ക്കാൻ കഴിഞ്ഞതോടെ വലിയ അപകടം ഒഴിവായി. അതേസമയം വാൻ പൂർണ്ണമായും കത്തിനശിച്ചു. പെരുന്തമണ്ണ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കുടിവെള്ള വിതരണ കമ്പനിയുടെ വാനാണ് കത്തിനശിച്ചത്. സ്ഥാപനത്തിൽ പുറത്തു കൂട്ടിയിരുന്ന ചകിരിയും കത്തിനശിച്ചിട്ടുണ്ട്. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ചുണ്ടമ്പറ്റയിലെ മർഹബ എന്ന ചകിരി കമ്പനിക്ക് സമീപത്തായിരുന്നു അപകടമുണ്ടായത്. കമ്പനിയിലേക്ക് കുടിവെള്ളവുമായി എത്തിയതായിരുന്നു വാൻ. വാഹനത്തിന്റെ സൈലൻസിൽ നിന്നും ചകിരിയിലേക്ക് എത്തി പറന്നതായാണ് സംശയം. വാഹനത്തിലെ ജീവനക്കാർ കുടിവെള്ളം കമ്പനിക്ക് അകത്തേക്ക് വെക്കുന്നതിനിടെയായിരുന്നു സംഭവം ഉണ്ടായത്. വിവരമറിഞ്ഞ് കൊപ്പം പോലീസും പട്ടാമ്പിയിൽ നിന്നുള്ള അഗ്നിശമന സേനയും സ്ഥലത്തെത്തി. അപ്പോഴേക്കും നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കിയിരുന്നു. മറ്റു അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. കണ്ണന്റെ പിറന്നാൾ ആഘോഷമാക്കാൻ ഒരുങ്ങി ഗുരുപാവനപുരി. ഞായറാഴ്ച അഷ്ടമി രോഹിണി ഗുരുവായൂരിൽ 40,000 പേർക്ക് സദ്യയൊരുക്കും. ചിങ്ങമാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയായതിനാൽ 200-ലേറെ കല്യാണങ്ങളും ഷീട്ടാക്കിയിട്ടുണ്ട്. പുലർച്ചെ 4 മുതൽ വിവാഹ ചടങ്ങുകൾ തുടങ്ങും. 5 പ്രത്യേക മണ്ഡപങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഞായറാഴ്ചയായതിനാലുള്ള തിരക്ക് കണക്കിലെടുത്തുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ദേവസ്വം ചെയർമാൻ VK വിജയൻ അറിയിച്ചു. പിറന്നാൾ സദ്യ ഇക്കുറി 40,000 പേർക്ക് ഒരുക്കിയിട്ടുണ്ട്. തെക്കേ നടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഹാളിലും പടിഞ്ഞാറേ നടയിലെ അന്നലക്ഷ്മി ഹാളിലുമായി ഒരേ സമയം 2000-ലേറെ പേർക്ക് ഭക്ഷണം കഴിക്കാം.
അപ്പം മുൻകൂർ ഷീട്ടാക്കാവുന്നതാണ്. ഭക്തർക്കായി 7.25 ലക്ഷം രൂപയുടെ ഉണ്ണിയപ്പം തയ്യാറാക്കും. 2 അപ്പം വീതമുള്ള ഒരു ഷീറ്റിന് 35 രൂപയാണ് നിരക്ക്. 8 ലക്ഷം രൂപയുടെ പാൽപ്പായസവും തയ്യാറാക്കും. അഷ്ടമിരോഹിണി ആഘോഷങ്ങൾക്കായി ദേവസ്വം 38.47 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. അഷ്ടമിരോഹിണി ദിവസം രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ VIP പ്രത്യേക ദർശനമുണ്ടാകില്ല. കിഴക്കേനടയിലെ പൊതുവരി പൂന്താനം ഹാളിൽ നിന്നും ആരംഭിക്കും. നിർമ്മല്യം മുതൽ ഭക്തരെ കൊടിമരം വഴി നേരെ നാലമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കും. മുതിർന്ന പൗരന്മാർക്കുള്ള ദർശനം രാവിലെ 4:30 മുതൽ 5:30 വരെയും വൈകിട്ട് 5 മുതൽ 6 വരെയുമാണ്. തദ്ദേശീയർക്ക് നിലവിൽ അനുവദിക്കപ്പെട്ട സമയത്ത് ദർശനം നടത്താം. ക്ഷേത്രത്തിൽ രാവിലെ കാഴ്ചശീവേലിക്ക് പെരുവനം കുട്ടന്മാരാരുടെ മേളവും വൈകിട്ട് കാഴ്ചശീവേലിക്കും രാത്രി വിളക്കെഴുന്നള്ളിപ്പിനും വൈക്കം ചന്ദ്രന്റെ പഞ്ചവാദ്യവും ഉണ്ടാകും. വൈകിട്ട് 5-ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ദേവസ്വത്തിന്റെ ക്ഷേത്ര കലാപുരസ്കാരം കലാമണ്ഡലം പെരിങ്ങോട് ചന്ദ്രന് മന്ത്രി VN വാസവൻ സമ്മാനിക്കും. ചടങ്ങിനു ശേഷം പെരിങ്ങോട് ചന്ദ്രൻ നയിക്കുന്ന 1.5 മണിക്കൂർ പഞ്ചവാദ്യവും ഉണ്ടാകും. തൃത്താല ഉപജില്ലയിലെ വിരമിച്ച പ്രധാന അധ്യാപകരുടെ കൂട്ടായ്മ പ്രസിദ്ധീകരിച്ച ആത്മപ്രപഞ്ചനം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം സർഗസായാഹ്നമായി. വട്ടേനാട് GLP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ UV ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ PV റഫീഖ് പുസ്തക പ്രകാശനം നിർവഹിച്ചു. തൃത്താല EEO K പ്രസാദ് പുസ്തകം ഏറ്റുവാങ്ങി. എൻലൈറ്റ് കോർഡിനേറ്റർ ഡോക്ടർ K രാമചന്ദ്രൻ പുസ്തകം പരിചയപ്പെടുത്തി. റിട്ടയർഡ് DEO PV സിദ്ദീഖ്, HM ഫോറം കൺവീനർ E ബാലകൃഷ്ണൻ, വട്ടേനാട് ഗവൺമെന്റ് LP സ്കൂൾ പ്രധാനാധ്യാപിക പ്രീത, PTA പ്രസിഡന്റ് ഗിരീഷ്, അക്ഷരജാലകം എഡിറ്റർ ഹുസൈൻ തട്ടത്താഴത്ത്, വിരമിച്ച കൂട്ടായ്മയിലെ അംഗങ്ങളായ PP നന്ദൻ, P രാധാകൃഷ്ണൻ, CK ലീലാവതി, P ബീനാകുമാരി, K ചന്ദ്രൻ, അജിത് കുമാർ, EN ശ്രീജ, VM സുമ, സെയ്ദ് മൊയ്തീൻ ഷാ എന്നിവർ സംസാരിച്ചു. തൃത്താല ഉപജില്ലയിലെ വിരമിച്ച 41 പ്രധാനാധ്യാപകരുടെ സർവീസ് അനുഭവങ്ങളാണ് ആത്മപ്രപഞ്ചനമെന്ന സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അക്ഷരജാലകം ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഈ കലാലയത്തിൻ്റെ മുറ്റത്ത് ഒരു ട്രൗസർ വിട്ട് ഓടിക്കളിച്ച് നടന്ന ആ ഒരു ചിത്രം ഇപ്പോഴും ഓർമ്മിച്ചെടുക്കാൻ പ്രയാസമില്ല. അന്ന് ഇത്രയ്ക്കും സ്ഥല സൗകര്യം നഷ്ടമായിട്ടില്ല. ബിൽഡിങ്ങുകൾ വളരെ കുറവായിരുന്നു. ആയതുകൊണ്ട് തന്നെ കളിക്കാനുമുള്ള കുറച്ചുകൂടി സൗകര്യം അന്നുണ്ടായിരുന്നു. ഉച്ച സമയത്ത് നമുക്ക് അടുപ്പത്ത് വേവിച്ചെടുക്കുന്ന അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഒരു പ്രത്യേകതരം ഉപ്പുമാവും അത് ഈ പൊടിയണ്ണി എന്ന് പറയുന്ന ആ മരത്തിൽ നിന്ന് പൊട്ടിക്കുന്ന ഇലയിൽ വാങ്ങിച്ച് ചൂടോടെ തിന്നുമ്പോൾ അതും 2-3 വിദ്യാർത്ഥികൾ പങ്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാന്തി തിന്നുന്ന ആ ഒരു രീതിയിൽ അത് പെട്ടെന്ന് വാരി തിന്ന് വീണ്ടും കളിക്കാൻ ഓടുകയും ബെല്ലടിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത്ര വേഗം ബെല്ലടിച്ചു, സമയം പോരാ എന്ന് നമുക്ക് തോന്നും. ഈ അനുഭവമൊക്കെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എന്നെക്കാൾ കൂടുതൽ പറയാൻ അനുഭവമുള്ള വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്നത്. ആർട്ടിസ്റ്റ് നമ്പൂതിരി ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ദി ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റും കേരള ലളിതകലാ അക്കാദമിയും ചേർന്ന് നടത്തുന്ന എത്രയും ചിത്രം പരിപാടിക്ക് നടുവട്ടം കരുവാട്ടുമനയിൽ തുടക്കമായി. താമസം കൃഷ്ണ കരുണ ചെയ്വാൻ എന്തു താമസം കൃഷ്ണ കഴലി. രാവിലെ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ചിത്രത്തിന് മുന്നിൽ നടന്ന പുഷ്പാർച്ചനയോടെയായിരുന്നു പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് പനമണ്ണ ശശി, വരദരാജൻ എന്നിവർ അവതരിപ്പിച്ച കേളി അരങ്ങേറി. ശേഷം നടന്ന പരിപാടിയിൽ കേരള ലളിതകലാ അക്കാദമി ചെയർപേഴ്സൺ മുരളി ചീരോത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ബിനുരാജ് കലാപീഠം, രാമു, പ്രൊഫസർ MM നാരായണൻ, എഴുത്തുകാരൻ NE സുധീർ, സംഗീതജ്ഞൻ ശ്രീവത്സൻ ജയമേനോൻ, കാർട്ടൂൺ അക്കാദമി ചെയർമാൻ സുധീർനാഥ്, നമ്പൂതിരിയുടെ മകൻ ദേവൻ എന്നിവർ പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞത് തൃശ്ശൂരിൽ കൈരളി ശ്രീ തിയേറ്റർ വന്നപ്പോൾ അവിടെ കർട്ടനെ കുറിച്ചിട്ട് ഒരുപാട് ചർച്ചകൾ നടക്കണം. അപ്പോൾ ആ ചർച്ചകളൊക്കെ തന്നെ ഞാനും ഭാഗമായിരുന്നു. ഞാൻ ഷാജി സാറിനോട് പറഞ്ഞു, സാറേ നമുക്ക് 2 ആർട്ടിസ്റ്റുകൾ, ഒന്ന് A രാമചന്ദ്രൻ സാറും ഒന്ന് നമ്പൂതിരി, ഒരു വർക്കെങ്കിലും അവിടുത്തെ
സ്റ്റാർട്ടിംഗ് കർട്ടനിൽ നമുക്ക് പ്രിന്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു ദിവസം 600 മേലെ ആൾക്കാർ സിനിമ കാണാൻ എത്തും. സെപ്റ്റംബർ 15-ന് നമ്പൂതിരി ചിത്രങ്ങൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഏറ്റുവാങ്ങും. കേരള ലളിതകലാ അക്കാദമി നമ്പൂതിരി ചിത്രങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രദർശനം നടത്തും. ദി ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റ് ദേശീയ തലത്തിൽ മികച്ച രേഖാചിത്രകാരന് ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാര ചടങ്ങും നമ്പൂതിരി ചിത്രങ്ങളുടെ പ്രദർശനവും തിരുവനന്തപുരത്ത് പിന്നീട് നടക്കും. ഒരുപാട് സ്ഥലത്ത് ഗാലറികൾക്ക് പ്രദർശനം, പിന്നെ ട്രസ്റ്റിന്റെ പുരസ്കാരം രേഖാചിത്രകാരനുള്ള അതിന്റെ പ്രഖ്യാപനം ആർക്കാണെന്നുള്ള പ്രഖ്യാപനം 3-4 ദിവസത്തിനുള്ളിൽ വരും. ഇപ്പോൾ അത് മോഹൻലാലാണ് അത് കൊടുക്കുന്നത്, അവാർഡ് പുരസ്കാരം കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സമയത്തിന്റെ തിരക്കൊണ്ട്, അല്ലെങ്കിൽ നാളെ 14-ാം തീയതി ആയിരുന്നു. പക്ഷെ അതൊന്ന് ഡേറ്റ് ഒന്ന് മാറിയിട്ട് കൺവീനിയന്റ് ഡേറ്റ്. പട്ടാമ്പിയിൽ വിദ്യാർത്ഥികൾക്കായി സൗജന്യ എൻട്രൻസ് കോച്ചിംഗ് ക്യാമ്പ് തുടങ്ങി. മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സൗജന്യ എൻട്രൻസ് അറ്റ് ശ്രദ്ധ ഫൗണ്ടേഷൻ കോഴ്സിനാണ് ഗവൺമെന്റ് കോളേജിൽ തുടക്കമായത്. ഹയർ സെക്കൻഡറി പഠനത്തിന് ശേഷം ഇന്ത്യയിലെ വിവിധ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകൾക്ക് വിദ്യാർത്ഥികളെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗജന്യ എൻട്രൻസ് കോച്ചിംഗ് ക്യാമ്പ് നടത്തുന്നത്. പട്ടാമ്പി മണ്ഡലത്തിൽ മുഹമ്മദ് മുഹസിൻ MLA നടപ്പാക്കുന്ന ശ്രദ്ധ പദ്ധതിയുടെ ഭാഗമായി കൂടിയാണ് ഫ്രീ എൻട്രൻസ് അറ്റ് ശ്രദ്ധ എന്ന പേരിലുള്ള മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഫൗണ്ടേഷൻ കോഴ്സുകൾ ഒരുക്കിയിരിക്കുന്നത്. SSLC +1 +2 സയൻസ് വിഷയങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്കാണ് പരിശീലനം. 2 മാസം നീണ്ടു നിൽക്കുന്ന പരിശീലനം എല്ലാ ഞായറാഴ്ചകളിലും പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ചാണ് നടത്തുന്നത്. പരിശീലനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും അവരുടെ ആവശ്യത്തിനും താല്പര്യത്തിനും അനുസരിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള സംവിധാനം ഒരുക്കുക എന്നതാണ് ശ്രദ്ധയുടെ ലക്ഷ്യം. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്ന നിരന്തരമായി പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ട കാലത്താണ്. ഓരോ കാര്യങ്ങൾ അല്ലേ, എത്ര 90 വയസ്സായാലും 95 വയസ്സായാലും പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടി വരികയാണ്. AI നമ്മുടെ ജീവിതത്തെ റീപ്ലേസ് ചെയ്യുമോ എന്ന് ആശങ്കയോടുകൂടി നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗം AI അടക്കം നമ്മളുടെ പരിധിയിലേക്ക് നിർത്തിക്കൊണ്ട് പുതിയ കാലഘട്ടത്തിന്റെ സാധ്യതകളെ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് കോൺഫിഡൻസോടുകൂടി ഒരു വിഭാഗം നിൽക്കുന്നുണ്ട്. നമ്മുടെ മണ്ഡലത്തിൽ അത്തരത്തിൽ മുഴുവൻ ആളുകളും കോൺഫിഡൻസോടുകൂടി പുതിയ കാലത്തിന്റെ താല്പര്യങ്ങളെ ഏറ്റെടുക്കാൻ കഴിയുന്ന ആളുകളാക്കി മാറ്റുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. നമുക്കറിയാം, വലിയ ചെലവ് എൻട്രൻസിന് ഏറി വരുന്ന കാലമാണ്. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായി. ഡോക്ടർ ഹംസ പറമ്പിൽ, ഡോക്ടർ വേണുഗോപാൽ എന്നിവർ മുഖ്യാതിഥികളായി. ശ്രദ്ധ കൺവീനർ ആഷിഫ് മുഖ്യപ്രഭാഷണം നടത്തി. അക്കാദമിക് കോർഡിനേറ്റർ റാഷിദ് മുക്കത്തിൽ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എ സാബിറ, ഹാഷിം മുഹമ്മദ് റഫീഖ്, ഡോക്ടർ മുഹമ്മദ് കുട്ടി, മുജീബ് കരുവാൻകുഴി, രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. പട്ടാമ്പിയിലെ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച രാത്രി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. തിങ്കളാഴ്ച രാത്രി 12 മണി വരെയാണ് മേലെ പട്ടാമ്പിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പട്ടാമ്പി നിള ആശുപത്രി മുതൽ ഷൊർണൂർ IPTN GPT കോളേജ് വരെയുള്ള റോഡിന്റെ നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായാണ് പട്ടാമ്പി ടൗണിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൽപ്പക സ്കൂൾ സിറ്റി മുതൽ മേലെ പട്ടാമ്പി സിഗ്നൽ ജംഗ്ഷൻ വരെ ടാറിംഗ് നടക്കുന്നതിനായാണ് ടൗണിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നാളെ രാത്രി 12 മണി മുതൽ ആരംഭിക്കുന്ന ഗതാഗത നിയന്ത്രണം തിങ്കളാഴ്ച രാത്രി 12 മണി വരെ നീണ്ടു നിൽക്കും. പാലക്കാട് ഭാഗത്തു നിന്നും പട്ടാമ്പിയിലോട്ട് വരുന്ന വാഹനങ്ങൾ കുളപ്പുള്ളിൽ നിന്നും തിരിഞ്ഞ് വെല്ലപ്പുഴ, മുളയങ്കാവ്, കൊപ്പം വഴി മേലെ പട്ടാമ്പി സിഗ്നൽ ജംഗ്ഷനിലൂടെ പട്ടാമ്പിയിലേക്ക് പോകണം. തിരിച്ചും ഇതുവഴി പോകണം. പാലക്കാട് ഭാഗത്തു നിന്നും ഗുരുവായൂർ, കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കുളപ്പുള്ളി, ചെറുതുരുത്തി, കൂട്ടുപാത വഴിയും പോകണം. തിരിച്ചും ഈ വഴിയാണ് പോകേണ്ടതെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിപ്പിൽ പറയുന്നു. പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിൽ പഠനോപകരണ വിതരണം നടത്തി. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി. പട്ടികജാതി ജനറൽ വിഭാഗങ്ങളിലായി 293 കുട്ടികൾക്കാണ് 12 ലക്ഷം രൂപ ചിലവഴിച്ച് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. പഞ്ചായത്ത് തലത്തിൽ ആദ്യമായാണ് ജനറൽ വിഭാഗത്തിന് പഠനോപകരണ വിതരണം നടത്തുന്നത്. പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് P. ബാലൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെബു സദക്കത്തുള്ള അധ്യക്ഷയായി. ബ്ലോക്ക് മെമ്പർ ബാളിയേക്കൽ ബാവ, നന്ദൻ, ടി മൊയ്തീൻകുട്ടി, KP ബാലൻ, വിനോദ് കാങ്കത്ത്, V. അബ്ദുള്ളക്കുട്ടി, സിനി, റസിയ അബൂബക്കർ, കാർത്യായിനി, ഉണ്ണികൃഷ്ണൻ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി
ജനറൽ വിഭാഗത്തിലെ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നൽകുന്ന പഠനോപകരണങ്ങളുടെ വിതരണമാണ് ഇന്ന് നടക്കുന്നത്. പഠനോപകരണങ്ങൾ ഇവിടെ മുഖ്യമായിട്ടും ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് മേശയും കസേരയുമാണ്. ഏകദേശം 9 ലക്ഷം രൂപ മാറ്റിവെച്ച് 186 കുട്ടികൾക്കാണ് ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കുന്നത്. ആദ്യമായിട്ടാണ് പഞ്ചായത്ത് ജനറൽ വിഭാഗത്തിലെ കുട്ടികൾക്ക് സൗജന്യമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് എന്ന പ്രത്യേകത കൂടി ഈ പദ്ധതിക്കുണ്ട്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.